ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുറകിലത്തെ വൈപ്പറും ഫ്രണ്ടിലത്തെ വൈപ്പറും പുറകിലത്തെ വൈപ്പറും എല്ലാവരും നല്ല ബഹളമാണ്. കാരണം ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് വിശേഷം? ഞാനുണ്ടല്ലോ വലിയൊരു കാർമേഘം കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഐ വാസ് ഇൻ ബിറ്റ് സ്ട്രെസ്ഫുൾ ആയിരുന്നു. അതെല്ലാം ഒന്ന് അവസാനിച്ചു. ഇനിയിപ്പം കുറച്ചൊരു റിലാക്സ്ഡ് ആയി. ഇന്നിപ്പം വ്യാഴാഴ്ച ഈവനിങ് ആയി. നാളെ വെള്ളിയാഴ്ച, നാളെ ഓക്കെയാണ്. പിന്നെ അടുത്ത ആഴ്ച ബുധനാഴ്ച ഹാഫ് ഡേ ആണ്. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് തൊട്ട് വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഹുറേ വി ആർ ഗോയിങ് ടു ഹാവ് ഹോളിഡേയ്സ്. പിന്നെ താങ്ക്സ് ഗിവിങ്ങിന്റെ ഹോളിഡേയ്സ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് തൊട്ട് അവധിയാണ് കേട്ടോ. കൊച്ചുവിന് ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് തൊട്ടല്ല, കൊച്ചുവിന് തിങ്കൾ നെക്സ്റ്റ് ഹോൾ വീക്ക് അവന് അവധിയാണ്. എനിക്കറിയത്തില്ല, ഈ പെൻസിൽവേനിയയിൽ ഇവന്റെ സ്കൂളിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനെ അവധി കൊടുക്കുന്നത്. എന്റെ കൊളീഗ്സിന്റെ ഒക്കെ പിള്ളേരുടെ ഒക്കെ സ്കൂളിലൊക്കെ അടുത്ത ആഴ്ച തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ഹാഫ് ഡേ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവന് എന്തോ ആണോ ഉണ്ടോ എന്തായാലും. അപ്പൊ തിങ്കൾ ചൊവ്വ ഞാനും ബിബിനും കുറച്ച് ഓടേണ്ടി വരും. പിന്നെ ബുധനാഴ്ച തൊട്ട് എനിക്ക് അവധിയാണല്ലോ. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരാഴ്ച ഈ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരുന്നു. ജോലിയിലെ കുറച്ച് തിരക്കൊക്കെ കാരണം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യുമ്പം ഇറ്റ് ഗീവ്സ് മീ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ എന്തിനും ഇത് വീണ്ടും പറയുന്നത് എനിക്കറിയത്തില്ല. അവസാനം എനിക്കിപ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് ഇല്ലാതായി പോയാലോ, അത് കാരണം ഞാൻ ഇനി അങ്ങനെ പറയുന്നില്ല കേട്ടോ. അപ്പം എന്താ നിങ്ങളുടെയൊക്കെ വിശേഷം? ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊടുമ്പിരി കൊള്ളുന്ന മഴ. നമ്മുടെ നാട്ടിലെയൊക്കെ എന്താ പറയുന്ന ഒരു പണ്ടത്തെ, ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം നാട്ടിലെ കാലാവസ്ഥ എല്ലാം തിരിഞ്ഞു പറഞ്ഞല്ലോ. പണ്ടൊക്കെ നമ്മൾ സ്കൂള് തുറക്കുമ്പോൾ ജൂൺ മാസങ്ങളിൽ ഉള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഇടിച്ചുകുത്തി മഴയും മൊത്തം ഇങ്ങനെ മൂടി കെട്ടി കിടക്കുന്ന അങ്ങനെ ഒരു ക്ലൈമറ്റ്. ഇപ്പം വീട്ടിൽ പോയിട്ട് നല്ല പുതച്ചു മൂടി കിടന്ന് ഉറങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ. എനിവേ ഗൈസ്, അപ്പൊ നമ്മൾ പുതച്ചു മൂടി ഉറങ്ങുന്നില്ല. ഇന്ന് ഞാൻ സ്പെഷ്യൽ കുക്കിംഗ് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിൽ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും, ഞാൻ വീട്ടിൽ വരുമ്പോൾ തന്നെ ലേറ്റ് ആവുമായിരുന്നു. 6:30-7 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ചില ദിവസം വീട്ടിൽ വന്നു കഴിഞ്ഞാലും പിന്നെ വർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം എന്തോ ഒക്കെ ഫ്രിഡ്ജിൽ ലെഫ്റ്റ് ഓവറും ഒക്കെ കഴിച്ചാണ് നമ്മളിങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഒരു മര്യാദയ്ക്കൊന്ന് കുക്കിംഗ് ഒക്കെ ചെയ്യണം. അപ്പൊ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ബിബിനും കുച്ചുവിനും സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമെന്നാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ പ്ലാനിലുള്ള സംഭവം എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച എന്നോട് ബിബിൻ ചോദിച്ചായിരുന്നു പാൽക്കപ്പയും ബീഫ് ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചായിരുന്നേ. അപ്പൊ പക്ഷെ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ചിക്കൻ ബിരിയാണി ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളൂ, ഇനിയിപ്പോ അതിന്റെ പുറകെ എന്തിനാണ് ബീഫും കൂടെ കഴിക്കുന്നത്, നമുക്ക് കുറച്ചൊന്ന് ഗ്യാപ്പ് എടുത്തിട്ട് പോരേന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കി കളയാം. പാൽക്കപ്പയും ബീഫും. പാൽക്കപ്പ ഞാൻ ഒറ്റ തവണ കഴിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഒരു വർഷം മുന്നേ നാട്ടിൽ വന്നപ്പോ ഞാനും ബിബിനും എന്റെ അനിയനും നമ്മളെല്ലാരും കൂടെ പോയിട്ട് പാൽക്കപ്പ അന്നാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത്. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് ആണ് അറിയുന്നത്. എനിക്കൊന്ന് അപ്പൊ തന്നെ ആണെന്ന് തോന്നുന്നു പാൽക്കപ്പ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ഇവിടെ ഒന്നും നമുക്കതൊന്നും കിട്ടത്തില്ലല്ലോ. ഇവിടെ പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുമെന്ന് തോന്നുന്നു. ഇതുവരെ പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും നമ്മുടെ കപ്പ തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കത്തില്ലേ, തേങ്ങാപ്പീര ഇട്ട്, അല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതുവരെ കപ്പ വെച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് വീട്ടിൽ തേങ്ങാപ്പാൽ ഇരിപ്പുണ്ടോന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ തേങ്ങാപ്പാലും ഒക്കെ ഈസിയാണ്. കാരണം എല്ലാം നമ്മളിങ്ങനെ തേങ്ങ ചിരണ്ടിയതും തേങ്ങാപ്പാലും ഒക്കെ ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കുന്നുണ്ട്. കപ്പാന്ന് പറയുന്നത് അത്ര പാടുള്ള പണിയൊന്നുമല്ല. നമ്മൾ തേങ്ങ ചിരണ്ടി പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അതിന്റെ പുറകെയൊന്നും പോകണ്ട. തേങ്ങാപ്പാൽ ഓൾറെഡി മേടിച്ചു വെച്ചത് കാണും. ജസ്റ്റ് കപ്പ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. അങ്ങനെയല്ലേ പാൽക്കപ്പ ഉണ്ടാക്കുന്നത്? എനിക്കറിയത്തില്ല. എനിക്ക് എന്റെ കഴിഞ്ഞ ദിവസം ഈ പാൽക്കപ്പയുടെ ഐഡിയ വരാനുള്ള കാര്യം എന്താ ഞാൻ പറയാം. എന്റെ ഫ്രണ്ട് ഉണ്ട് ജയ്ത കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം അവളോട് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ എനിക്കുള്ള ഒരു സ്ഥിരം ഒരു അസുഖമാണ്. ഞാൻ ചുമ്മാ ചോദിക്കും, നിങ്ങൾ എന്താ കഴിച്ചത്, ഇന്ന് രാവിലെ എന്താ കഴിച്ചത്, ഉച്ചയ്ക്ക് എന്താ കഴിച്ചത് എന്നുള്ള വെറുതെ ഇങ്ങനെ ചോദിക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹം. എന്താണെന്ന് അറിയത്തില്ല, എനിക്കൊരു ഇഷ്ടമാണ് അവർ കഴിച്ചത് എന്താന്ന് അറിയാനായിട്ട്. അപ്പൊ അവളിങ്ങനെ പറഞ്ഞു പാൽക്കപ്പയും അവൾ ഞണ്ട് കറിയും കഴിച്ചെന്നാണ് പറഞ്ഞത്. അപ്പൊ അന്നോട്ട് എന്റെ തലയിൽ ഈ പാൽക്കപ്പ കയറിയതാണ്. അത് കഴിഞ്ഞ് ഞാൻ അന്ന് വൈകിട്ട് ബിബിനോട് ഇങ്ങനെ പറഞ്ഞു ചെയ്തെന്ന് പാൽക്കപ്പ ഉണ്ടാക്കി എന്ന് പറഞ്ഞത്. അപ്പൊ ബിബിന് അത് കഴിഞ്ഞപ്പോ ബിബിനും പിന്നെ മനസ്സിലാഗ്രഹം വന്നു. ബിബിൻ എന്നോട് ചോദിച്ചു പാൽക്കപ്പ ഉണ്ടാക്കണം. അങ്ങനെയാണ് ഈ പാൽക്കപ്പയുടെ ഒരു കഥ എവിടെ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണ് അപ്പം നമ്മൾ പാൽക്കപ്പയുടെ ഉത്ഭവം. അപ്പൊ എന്താണ്, ഇപ്പൊ ഇന്ന് മൊത്തത്തിൽ ഇങ്ങനെ മഴയും ഇന്നത്തെ ക്ലൈമറ്റ് എല്ലാം വെച്ചിട്ട് ഇന്ന് എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. പക്ഷേ ഇല്ല, കാലാവസ്ഥയാണ് അത്രേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ കാറൊക്കെ ഒന്ന് സൈഡാക്കട്ടെ. അപ്പൊ നമ്മളിതാ വീട്ടിൽ എത്തിയിട്ടുണ്ട്.
എനിക്ക് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ ഗൈസ്. കാരണം പുറത്ത് നല്ല മഴയും തണുപ്പും ഒക്കെയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഔട്ട്. ഇവിടെ ഇങ്ങനെ കാറിനകത്ത് തന്നെ സുഖമായിട്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ഓ മൈ ഗോഡ്. അപ്പോൾ എന്തൊരു സമാധാനം ഉണ്ടെന്നറിയോ. പണ്ടൊക്കെ എന്താ പറയുന്ന നമ്മുടെ പരീക്ഷ കഴിഞ്ഞിട്ട്, അവസാന പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പരീക്ഷ കഴിഞ്ഞിട്ട് ഹോളിൽ നിന്ന് ഇറങ്ങത്തില്ലേ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, ആ ഒരു ആശ്വാസമാണ് ഇന്ന് എനിക്ക്. ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നേ. അപ്പൊ അതിങ്ങനെ അതിന് ഡെഡ് ലൈനും ഉണ്ടായിരുന്നു. അപ്പം കറക്റ്റ് ഡെഡ് ലൈന് തൊട്ട് മുന്നേ എനിക്കത് തീർക്കാൻ പറ്റി. അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ആശ്വാസം. ഇന്ന് ഞാനത് പാൽക്കപ്പയും ബീഫും കൂടെ കഴിച്ച് ഞാനത് ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഓർത്തു, നമ്മള് ആഘോഷങ്ങളിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ നമ്മൾ കൂടെ കൂട്ടണ്ടേ. അപ്പൊ നിങ്ങളും എന്റെ കൂടെ പോരെ, നമുക്ക് ഒരുമിച്ച് പാൽക്കപ്പയും ബീഫും ഉണ്ടാക്കാം. നമുക്ക് ആദ്യമേ ഒരു കട്ടൻ കാപ്പി ഇട്ടും കുടിക്കാം. കട്ടൻ കാപ്പിയും റസ്കും. ഈ തണുപ്പത്ത് അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പൊ ഉണ്ടല്ലോ, ഞാനൊരു ഭയങ്കര കട്ടൻ കാപ്പി അഡിക്റ്റ് ആണ് കേട്ടോ. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ കണ്ടിന്യൂസ് വേണമെങ്കിൽ എനിക്ക് കട്ടൻ കാപ്പി മാത്രം കുടിച്ച് ജീവിക്കാൻ പറ്റും. അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് കട്ടൻ കാപ്പി. കട്ടൻ കാപ്പിയും റസ്കും അതാണ് എന്റെ ഏറ്റവും കംഫർട്ട്. രാവിലത്തെ ഒരു കട്ടൻ കാപ്പി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. രാവിലത്തെ കട്ടൻ കാപ്പി ഇവിടെ ഉണ്ടാക്കാറ് ബിബിനാണ്. ബിബിന്റെ മധുരമൊന്നും ഇടാതെ, പഞ്ചസാര ഒന്നും ഇടാതെ കൈപ്പോടെയാണ് കട്ടൻ കാപ്പി കുടിക്കുന്നത്. എനിക്കത് പറ്റത്തില്ല. എനിക്ക് അത്യാവശ്യം മധുരമൊക്കെ വേണം. ഹീറ്റർ ഓൺ ചെയ്യട്ടെ, ഇവിടെ നല്ല തണുപ്പ്. എനിക്കിവിടെ നിൽക്കാനേ പറ്റുന്നില്ല. നമ്മൾ മാക്സിമം ഹീറ്റർ ഓൺ ചെയ്യാതിരിക്കാനായിട്ട് നോക്കും. കാരണം ഹീറ്റർ കുറച്ചുകൂടെ നല്ല, നമ്മുടെ മറ്റേ കൂളർ AC ഓൺ ചെയ്യുന്നതല്ല, ഹീറ്റർ കുറച്ചുകൂടെ നല്ല കറണ്ട് ചാർജ് എടുക്കും. ഹീറ്റർ ഇടുമ്പോഴത്തേനും കറണ്ട് ചാർജ് നല്ലപോലെ കൂടാറുണ്ട്. അപ്പം നമ്മൾ മാക്സിമം തണുപ്പൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഇന്നിപ്പം മഴയെല്ലാം കൂടെ പെയ്തപ്പോൾ ഭയങ്കര തണുപ്പും, എനിക്ക് ഒട്ടും തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഹീറ്റർ ഓൺ ചെയ്തിട്ട് വരാം കേട്ടോ. ചായ ഇങ്ങനെ കഴിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഞാനിങ്ങനെ പാരമ്പര്യമായിട്ട് നമ്മളിങ്ങനെ കൈമാറിക്കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. കുച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. അങ്ങനെ കട്ടൻ കാപ്പി കൊടുക്കാറില്ല, ചായയിലൊക്കെ മുക്കി ഇങ്ങനെ കഴിക്കുന്ന, പാൽച്ചാലൊക്കെ മുക്കി. പാൽ അതുപോലെ കുടിക്കാനായിട്ട് അവന് ഭയങ്കര മടിയാണ്. പക്ഷെ റസ്ക് ഇങ്ങനെ പാലിലൊക്കെ മുക്കി കഴിക്കും. കഴിച്ചിട്ട് നമുക്ക് പാൽക്കപ്പയുടെ പരിപാടിയിലോട്ട് പ്രവേശിക്കാം. അതിന് മുന്നേ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. ചെടികളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഇവിടെ മിക്കവാറും ഇങ്ങനെ തണുപ്പൊക്കെ ഉള്ള ക്ലൈമറ്റ് ആയതുകൊണ്ടേ എനിക്കൊരു ആഴ്ച ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പം ഒരു തവണയൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഞാനിങ്ങനെ മണ്ണിൽ തൊട്ട് നോക്കും ചെടികളുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. എനിക്ക് കുറച്ച് പുതിയ ചെടികളൊക്കെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് ഗൈസ്. എൻ്റെ ഇപ്പം ഞാനൊരു ചെടിവേട്ട നടത്തിയിട്ട് ഇപ്പോൾ കുറേ നാളായി. അപ്പം കുറച്ചൊരു വെള്ളം എടുത്തിട്ട് വരാം കേട്ടോ. ഈ ചെടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ഞാൻ ഇത് കണ്ടോ പൊക്കി കാണിക്കാം. ഇത് നമ്മുടെ പുറത്ത് തിണ്ണയിലിരുന്ന ചെടിയാണ്. അപ്പം ഞാനത് എന്താ പറയുന്ന, നമ്മുടെ ഈ ഓട്ടം സീസൺ അല്ലേ, ഇല പൊഴിയുന്ന എപ്പോഴും ഓട്ടം സീസൺ തുടങ്ങിയപ്പോഴത്തേനും ഇവനായിട്ട് അകത്ത് വെച്ചു. ഈ ഇല പൊഴിയുന്ന ഇവൻ അറിയണ്ട, സേഫ് ആയിട്ട് അകത്തിരിക്കട്ടെ എന്ന് വെച്ചു. പക്ഷെ അവനത് അറിഞ്ഞു ഗൈസ്. അവനതിന്റെ ഇല മൊത്തം പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊഴിച്ച് മൊത്തം വാടിപ്പോവാണ്. അപ്പൊ ഇവനെ ഞാൻ എടുത്ത് പുറത്ത് വെക്കാൻ പോവാണ്. എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര സംശയം, ഞാൻ സംസാരിക്കുന്നതൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്റെ വീഡിയോ നല്ലതാണോ എന്നൊക്കെയുള്ള കുറെ സംശയങ്ങൾ എനിക്ക്. പിന്നെ ആലോചിക്കും, ഇഷ്ടപ്പെടണ്ട, ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, എന്തായാലും എന്റെ സംസാരം എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു കോൺഫിഡൻസിലാണ് പിന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. കൂടുതലും പ്ലാന്റ് മണി പ്ലാന്റ് ആണ് കേട്ടോ. മണി പ്ലാന്റ് എനിക്കിഷ്ടമാണ്. മണി പ്ലാന്റ് നല്ലൊരു പച്ചപ്പാലം. അപ്പൊ മണി പ്ലാന്റ് കൊണ്ട് ഇങ്ങനെ നിറച്ചാൽ തന്നെ നല്ലൊരു ഗ്രീനറി ഫീൽ കിട്ടും. നമുക്കിനി ആ സൈഡിലെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാം. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വരും. നിങ്ങളിവിടെ എന്നെക്കാളും മുന്നേ എത്തിയോ? എന്താ അല്ലേ, ഞാൻ തന്നെ ക്യാമറ കൊണ്ട് വെച്ചിട്ട് ഞാൻ തന്നെ ഓരോ ഡയലോഗ് പറയുന്നു. എല്ലാം ഒരു രസം. എനിക്കുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ എന്തു പറയാം, നമുക്കിവിടെ തമാശയൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് ഇവിടെ ഇപ്പം ആരുമില്ല.
ഇവിടെ എൻ്റെ കൊളീഗ്സ് കൂടുതലും എന്താ മലയാളികൾ ആരുമില്ല, ഇന്ത്യക്കാര് എൻ്റെ ഓഫീസിൽ ഒരു 2-3 പേരൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ടീമിലൊന്നുമില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. മലയാളത്തിൽ പോയിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ ആരുമില്ല, ഓഫീസിൽ ആരുമില്ല. പിന്നെ എൻ്റെ കൊളീഗ്സ് ഒക്കെ പാവമാണ്, അവർ തമാശയൊക്കെ പറയും. പക്ഷെ അവരുടെ തമാശ എനിക്കും എൻജോയ് ചെയ്യാൻ പറ്റാറില്ല, എൻ്റെ തമാശ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. കാരണം അവരുടെ ഒരു പറയുന്ന തമാശ ഉണ്ടല്ലോ, ഇവിടുത്തെ ഉള്ളവർ പറയുന്ന തമാശ എനിക്ക് ഇത് തമാശയാണോ എന്ന് എനിക്ക് തോന്നും. ചിലപ്പോൾ എൻ്റെ തമാശ അവർക്കും ഇതും തമാശയാണെന്ന് അവർക്ക് തോന്നുന്നതായിരിക്കും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പം പൊതുവേ എനിക്കിപ്പം ആരോടും തമാശയൊന്നും പറയാൻ പറ്റാറില്ല. പിന്നെ വൈകുന്നേരം വരെ ഇങ്ങനെ നോക്കിയിരിക്കും. ബിബിൻ വന്നു കഴിയുമ്പോൾ ബിബിനോട് എൻ്റെ തമാശകളും മൊത്തം പറയാനായിട്ട്. അങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള എൻ്റെ സഫക്കേഷൻ, സംസാരിക്കാനുള്ള സഫക്കേഷൻ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വ്ലോഗ് എടുത്ത് നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അനിലെ വിളിച്ച് സംസാരിക്കും. പിന്നെ ബാക്കി എൻ്റെ ഫ്രണ്ട്സ് പിന്നെ എൻ്റെ ജയ്തേനെ വിളിക്കും കേട്ടോ. ജയ്തേനെ ഇന്ന് 2-3 തവണ വിളിച്ചിട്ട് അവൾ ഫോൺ എടുത്തില്ല. ഓ ഗൈസ്, ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് ഈ ചെടിക്ക് ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചു പോയി. അവൻ അത്രയും വെള്ളം വേണ്ട, അവൻ്റെ വെള്ളം നമുക്കിപ്പോൾ ഇവൻ ഒഴിക്കാം. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്ന, ഇന്ന് എൻ്റെ ഫ്രണ്ട് ജയതെ വിളിച്ചിട്ട് അവളെ എടുത്തില്ല. അല്ലെങ്കിൽ അവള് ദുബായിലാണുള്ളത്. അപ്പം അവള് കുറച്ചുകൂടെ എൻ്റെ ടൈമുമായിട്ട് കുറച്ചു നേരം കൂടെ എനിക്ക് പകലുള്ള സമയത്ത് അവൾക്ക് കുറച്ചു നേരം കൂടെ പകല് കിട്ടുമല്ലോ, മീൻസ് അവൾ ഉറങ്ങാതിരിക്കുമല്ലോ. അപ്പം ഞാൻ പിന്നെ അവളെ വിളിക്കും. ഇന്നിപ്പോൾ അവളെ വിളിച്ചിട്ട് അവളും എടുത്തില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര സംസാരിക്കാനുള്ള ഒരു സംസാര മൂഡാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു യു ഗൈസ് ആർ ഹിയർ റൈറ്റ്, അപ്പം വീഡിയോ എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം ഞാൻ ഇച്ചിരി കൂടെ വെള്ളം എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ അങ്ങോട്ട് വരും. അപ്പം എൻ്റെ ചെടികൾ എവിടെയൊക്കെയാണ് ഈ വീടിൻ്റെ മുക്കിലും മൂലയിലും ഞാൻ വെച്ചിരിക്കുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഇപ്പം മനസ്സിലായി കാണും. ചൂടെ പോയി കളക്ട് ചെയ്തോണ്ട് വന്നേ കേട്ടോ. ഞാൻ ഇത് കൊണ്ടുവരുമ്പോൾ ഈ ചെടി ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, ലൈക്ക് ഇത്രയും കാണത്തുള്ളായിരിക്കും. ഇപ്പം വളർന്ന് ഇപ്പം എനിക്കൊന്നൊരു മോർ ദാൻ ഒരു 1.5 years ആയിട്ടുണ്ട് ഈ ചെടി ഇവിടെ വന്നിട്ട്. ഇനിയിപ്പോൾ ഇവൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇങ്ങോട്ട് തിരിയും. ഇവനിപ്പോൾ എൻ്റെ കൂടെ കൂടിയിട്ട് ഏകദേശം ഞാൻ US വന്ന അതേ പ്രായമുണ്ട് ഇവന്. ഞാൻ US വന്നിട്ട് 3 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 വർഷവും 9 മാസവും ആകാൻ പോകുന്നു. അപ്പോൾ ഇവനെ എൻ്റെ കൂടെ കൂടിയിട്ട് 3 വർഷവും 9 മാസമായി. ഞാൻ ഇവനെ കൊണ്ടുവന്നത് ഞാൻ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന സ്ഥലം ക്ലീവ്ലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോസ്റ്റ് ഡോക്ക് ആയിരുന്നപ്പം അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ പോയിട്ട്, അത് താമസിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഒരു വീട്ടിൽ പോയിട്ടാണ് ഈ ചെടി ഞാൻ കൊണ്ടുവന്നത്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ചെടിയാണ്. ഐ റിമെമ്പർ ഹെർ നൗ. അങ്ങനെ ഓരോ ചെടിക്കും ഓരോ കഥകളാണ്. ഈ പറഞ്ഞ ഈ മണി പ്ലാന്റിന് ഇവനെ ഞാനും കൊച്ചും കൂടെ ഇവിടെ വന്നിട്ട് കൊണ്ടുവന്നേ 1.5 വർഷമായുള്ളൂ. ഇവിടെ അടുത്തൊരു അപ്പാർട്ട്മെന്റിൽ, ഇതൊരു ഇന്ത്യക്കാരിയുടെ തന്നെയാണ് ഞാൻ ഇവനെ കൊണ്ടുവന്നത്. അങ്ങനെ ഓരോ ചെടികൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു നമ്മൾ ഏകദേശം എല്ലാം. ഇനിയിപ്പോൾ അവിടെ ഒരു ചെടിയുണ്ട്, നിങ്ങൾ ഇനി അങ്ങോട്ട് വരും. ഇതിന്റെ കഥ നിങ്ങൾക്ക് അറിയണോ? ഇവനും എൻ്റെ കൂടെ കൂടിയിട്ട് ഞാൻ പറഞ്ഞ 3 വർഷവും 9 മാസമായി. ഇതും അവിടുന്ന് ഞാൻ ക്ലീവ്ലൻഡിലായിരുന്നപ്പം ഇതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ആർഡിഒ കയ്യിൽ നിന്ന് മേടിച്ചതാണ് ഇവനെ. എനിക്കൊന്ന് അതും നേരത്തെ ഞാൻ പറഞ്ഞ ഈ ചെടിയും ഒരു സ്ഥലത്തു നിന്നാണ് എനിക്ക് കിട്ടിയത്. പണ്ടൊക്കെ ഞാൻ കൊച്ചിലെ വിചാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയാം. ഇത് ആന്തൂറിയാണ്. അപ്പൊ ആന്തൂറിയെ നമ്മളിങ്ങനെ തൊണ്ടിനകത്ത് വെക്കണം എന്നല്ലേ ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ കൊച്ചിലോട്ട് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇത് വെറുതെ മണ്ണിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നല്ലപോലെ പൂവ് ഉണ്ടാവും. ഇതിന് എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു 8-10 പൂവെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഇതുവരെ. സോ അതാണ് അവന്റെ കഥ. അങ്ങനെ ഓരോ ചെടികൾക്കും ഓരോ കഥയുണ്ട്. പക്ഷെ ഇതല്ലല്ലോ ഇന്നത്തെ നമ്മുടെ ഐറ്റം. എന്താണ് നിങ്ങൾ മറന്നോ? നമ്മളിന്ന് പാൽക്കപ്പയും ബീഫും ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഞാൻ കഥയൊക്കെ പറഞ്ഞ സമയം പോയി. നമുക്ക് ഓടിപ്പോയിട്ട് പാൽക്കപ്പയും ബീഫും റെഡിയാക്കാം കേട്ടോ. ഞാനും പിന്നെ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബീഫ് ഇത് കണ്ടോ ഗൈസ്, ബീഫ് ഇത് മുറിച്ച് എനിക്ക് കിട്ടിയതാണ്. പക്ഷേ ഇതെല്ലാം ഭയങ്കര വലിയ പീസായിട്ടാണ് ഇവിടെ മുറിച്ച് കിട്ടുന്നത്. ഇതെനിക്ക് ഇരട്ടി പണിയാവാറ്. ഞാനിനി ഒന്നുകൂടെ മുറിക്കണം. നോക്കൂ, നമ്മൾ ഇവിടെ ഒരു ബംഗ്ലാദേശി കടയിൽ നിന്നാണ് ഞങ്ങൾ കട്ട് ചെയ്ത് മേടിക്കാറ്. അവരോട് കട്ട് ചെയ്ത് അവരൊരു മെഷീൻ സാധനം വെച്ചാലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ സൈസിനാണ് കട്ട് ചെയ്ത് തന്നത്. ഞാൻ എന്താ പറയുന്നത്, ഇനിയിപ്പോൾ ഞാനിതെല്ലാം ഒന്നുകൂടെ മുറിക്കണം. എനിക്ക് ഇരട്ടി പണിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കപ്പ നമ്മൾ അടുപ്പേ കയറ്റിയായിരുന്നു കേട്ടോ.
നിങ്ങളെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി. പ്രത്യേകിച്ചൊന്നുമില്ല. കപ്പ വെള്ളത്തിൽ വെച്ചു, അടുപ്പ് വെച്ചു, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ബീഫ് കജാന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്കിനി 1 മണിക്കൂറേ ഉള്ളൂ. ഇനി തൊട്ട് നമ്മൾ ടൈമർ മനസ്സിൽ ഞാൻ ചെയ്യാറുള്ള പോലെ തന്നെ ഇത്ര സമയത്തുള്ളിൽ ഇത്ര ബീഫ് കട്ട് ചെയ്യണം, ഇത്ര സമയം, അങ്ങനെ എനിക്ക് സമയം വെച്ചാലേ ഇനി ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. സോ ഞാൻ ഈ ബീഫിൻ്റെ പരിപാടിയിലോട്ട് കടക്കട്ടെ. ഐസ് ഇതിൻ്റെ വിട്ട് വരുന്നേ ഉള്ളേ. ഞാൻ രാവിലെ എടുത്ത് പുറത്ത് വെച്ചായിരുന്നു, പക്ഷെ സ്റ്റിൽ കുറച്ച് ഐസൊക്കെ ഉണ്ട്. ഞാനിത് ഇവിടെ ഒന്ന് നുറുക്കി സെറ്റാക്കട്ടെ. ജിംഗിൾ ബെൽ. പിന്നെ എന്തുണ്ട് ഇനിയിപ്പം നിങ്ങളുടെയൊക്കെ എന്താ വിശേഷം? ഇനി നമുക്ക് ക്രിസ്മസ് അല്ലേ നമ്മുടെ അടുത്ത പരിപാടി. ഇനിയിപ്പോൾ എനിക്കും കൊച്ചിനും കൂടെ നമുക്കിവിടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ക്രിസ്മസ് ട്രീ നമ്മളിവിടെ പുറത്ത് ഗരാജ് വെച്ചേക്കുക. ക്രിസ്മസ് ട്രീ ഒക്കെ പുറത്തെടുക്കണം. അടുത്ത ആഴ്ച താങ്ക്സ് ഗിവിങ്ങിന്റെ അടുത്ത ആഴ്ച അവധി ഉണ്ടല്ലോ, ഞങ്ങൾ വീട്ടിൽ തന്നെ കാണും. അപ്പൊ അടുത്ത ആഴ്ച ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. കൊച്ചിനെ ഫുള്ളായിട്ടൊന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്തണമല്ലോ. അവന് അടുത്ത ഒരാഴ്ചയാണ് അവന് അവധിയുള്ളത്. അപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കുന്ന റെസിപ്പി എനിക്ക് നോക്കണം. ഒന്നും ഇല്ലല്ലോ അല്ലേ? കപ്പ തിളപ്പിക്കുക, തേങ്ങാപ്പാൽ ഒഴിക്കുക, പിന്നെ കടുക് പൊട്ടിക്കണമായിരിക്കും. ഞാനിങ്ങനെ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു റെസിപ്പിയാണ്. എങ്കിലും ഒന്നുകൂടെ കർത്താവേ, I have to keep the timer now. It's like 3:15 now. നമുക്കിതൊരു 3:30 ആകുമ്പോഴത്തേനും 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമോ? I will try my best. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ എനിക്ക് തന്നെ ഒരു ടൈമർ വെക്കാം. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ ഇതെന്താ ഐസ് പോകത്ത്, ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ സ്പീഡ് ചെയ്യാം. നമുക്ക് 2 രീതിയിൽ നമുക്ക് കുക്കിംഗ് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാനൊരു 1.5 കത്തിയായി പോയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഏകദേശം 1 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് 2 പാർട്ടായിട്ട് പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് വർത്താനം പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചുമ്മാ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും. അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പം ഈ വീഡിയോയുടെ അടുത്ത ഭാഗം, നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കുന്ന ഭാഗം, ഞാൻ 2ാം ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. See you with another video. Bye bye.